വയനാട്ടിൽ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ആദിവാസി വീടുകൾ പൂർത്തിയാക്കാൻ അധികൃതർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. കരാറുകാർ പണം വാങ്ങി മുങ്ങിയതിനെ തുടർന്ന് പണി തീരാത്ത ആയിരക്കണക്കിന് വീടുകളാണ് ജില്ലയിലെ വിവിധ ആദിവാസി കോളനികളിൽ ഉള്ളത്. ഉണ്ടായിരുന്ന പഴയ വീട് കൂടി നഷ്ടപ്പെട്ട് നരകയാതന അനുഭവിക്കുകയാണ് ആദിവാസികൾ. ഞങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? പരാതി കൊടുത്ത് ഞങ്ങൾ ഈ കോലത്തിലായി. ഇനിയിപ്പോൾ വീണ്ടും ഒരു പരാതിക്ക് ഞങ്ങൾ നിൽക്കുക. ഒരിക്കലും പൂർത്തിയാകാത്ത സ്വന്തം വീടിനെക്കുറിച്ചാണ് സുൽത്താൻ ബത്തേരി കട്ടയാട് പണിയ കോളനിയിലെ ഗീത ഈ പറയുന്നത്. ഉണ്ടായിരുന്ന പഴയ വീട് പൊളിച്ചു കളഞ്ഞ ഗീതയും ഭർത്താവും അമ്മയും അടങ്ങുന്ന കുടുംബം ഈ പ്ലാസ്റ്റിക് മറയ്ക്കുള്ളിൽ താമസം തുടങ്ങിയിട്ട് 2.5 വർഷമായി. പുതിയ വീട് ഇപ്പോഴും തറയിൽ തന്നെ. കോളനിയിലെ 3 വീടുകൾ ഈ അവസ്ഥയിലാക്കി കരാറുകാരൻ പണവും വാങ്ങി മുങ്ങി. 1 മാസത്തിനകം വീട് പണി തീർക്കാമെന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ കരാറുണ്ടാക്കിയതും വെറുതെയായി. ഈ കോൺട്രാക്ടറും രവി എന്ന് പറഞ്ഞ കോൺട്രാക്ടറും ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും ഒത്തുകളിച്ച് ഇതേമാതിരി അഡ്വാൻസ് മേടിച്ച് ഒരുപാട് വീടുകൾ സ്ഥിതി ചെയ്തത്. തറ വരെ പണിതിട്ട് ചോർന്നൊലിച്ച് വർഷക്കാലത്തും വേനലിലൊക്കെ ഇതേ സ്ഥിതി തന്നെ അനുഭവിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. വയനാട്ടിലെ മിക്കവാറും കോളനികളിൽ ഈ കാഴ്ച കാണാം. തറയിലും ചുവരിലും നിലച്ചുപോയ വീടുകൾ, തൊട്ടടുത്ത പ്ലാസ്റ്റിക്കോ ചാക്കോ മറച്ച് അതിനുള്ളിൽ താമസിക്കുന്ന ആദിവാസികൾ. ഇനി ആരോട് പരാതി പറയണമെന്നറിയാതെ ഗീതയെപ്പോലെ നിരവധി പേർ. കരാറുകാർക്കെതിരെ നടപടിയെടുക്കാനോ ഇവരുടെ വീടുകൾ പൂർത്തിയാക്കാനോ ആർക്കും താല്പര്യമില്ല. കമൽ, റിപ്പോർട്ടർ, വയനാട്.